Hello everyone, welcome back to LeetCode. ഇന്നത്തെ നമ്മളുടെ പ്രോബ്ലം 2914 minimum number of changes to make binary string beautiful എന്നുള്ളതാണ്. You are given a zero index binary string S having an even length. String is beautiful if it's possible to partition it into one or more substrings such that each substring has even length. അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിന് എടുത്തിട്ട് അത് പാർട്ടീഷൻ ചെയ്യണം, ഈവൻ ലെങ്ത് ആക്കണം, ആൻഡ് സബ്സ്ട്രിങ് കണ്ടെയ്ൻസ് ഓൺലി 1 and 0. ഏതൊരു ക്യാരക്ടറിന് വേണമെങ്കിലും നമുക്ക് 0 or 1 ആക്കി മാറ്റാൻ പറ്റും. ആൻഡ് മിനിമം നമ്പർ ഓഫ് ചേഞ്ചസ് റിക്വയർഡ് ടു മേക്ക് സ്ട്രിങ് ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്ര ചേഞ്ച് ചെയ്താലാണ് ഇതുപോലെ 1ഉം 0 മാത്രമുള്ള ഈവൻ സബ്സ്ട്രിങ്സ് കിട്ടുക എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു 1001 തന്നിട്ടുണ്ട്. ഇതിലൊരു ആദ്യം പറയുന്നു എസ് ഓഫ് 1നെ, അതായത് ഈ 0നെ 1 ആക്കി മാറ്റാം, ആൻഡ് എസ് ഓഫ് 3, അതായത് ഈ 1നെ 0 ആക്കി മാറ്റിയാൽ 1100 ആവും. അതിന് നമുക്ക് രണ്ട് പാർട്ടായി എടുക്കാൻ പറ്റും, 11 ആൻഡ് 00. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ട് പാർട്ടായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ സ്ട്രിങ്ങാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ആൻഡ് എക്സാമ്പിൾ 2 സിമ്പിളാണ്, ജസ്റ്റ് 10, പിന്നെ ലാസ്റ്റ് 1 0000. അപ്പോൾ ഇത് ഓൾറെഡി ഒരു ബ്യൂട്ടിഫുൾ സ്ട്രിങ് ആണ്, കാരണം ഈവൻ നമ്പറാണ് ആൻഡ് ഓൺലി 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ എടുക്കാം ആൻഡ് നമുക്ക് 1 by 1 പോയി നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു 1 എടുക്കാം ആൻഡ് ഈ 0 എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ 1നെ 0 ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഈ 0നെ 1 ആക്കി മാറ്റാം. ഏതായാലും കുഴപ്പമില്ല, രണ്ടും വാലിഡ് ആണ്. അപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ ഈ 0നെ 1 ആക്കി മാറ്റിയെന്ന്. അപ്പോൾ ഇതിനെ നമുക്ക് വൺ ആൻഡ് പിന്നെ ബാക്കി 1011 0001. അപ്പോൾ ഇത്രയും ഭാഗം ഓൾറെഡി ബ്യൂട്ടിഫുള്ളായി. ഇനി നെക്സ്റ്റാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സിമിലർലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പെയറിനെ നോക്കാം ആൻഡ് നമുക്കിതിനെ 11 എന്ന് മാറ്റുകയാണെങ്കിൽ ഇത് പിന്നെ 110001 ബാക്കി എഴുതാം ആൻഡ് ഈ ഭാഗം ബ്യൂട്ടിഫുള്ളായി. അപ്പോൾ അങ്ങനെ പോയാൽ മതി. രണ്ട് നമ്പർ വെച്ച് എടുക്കുക, എന്നിട്ട് ഈക്വൽ ആണോ നോക്കുക. ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ ബ്യൂട്ടിഫുള്ളായി ഓൾറെഡി ഡിക്ലെയർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ഇങ്ങോട്ടും മാറ്റിയാൽ മതി, കാരണം ഇതിൽ 1s and 0s മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഓരോ തവണ നമ്മളിങ്ങനെ മാറ്റുമ്പോൾ നമുക്കിവിടെ ഒരു കൗണ്ട് വേരിയബിൾ വയ്ക്കാം. ഇവിടെ നമ്മൾ ഒരു തവണ മാറ്റിയല്ലോ, അപ്പോൾ ഇവിടെ കൗണ്ട് 1 ആയി. പിന്നെ ഇവിടെ അത് മാറ്റുമ്പോൾ കൗണ്ട് 2 ആയി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് എത്ര തവണ ഇതുപോലെ അൺഈക്വലായിട്ട് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ കൗണ്ട്. പിന്നെ ഇതിൻ്റെ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. കോഡ് അത്യാവശ്യം സിമ്പിളാണ്. നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ കൗണ്ട് എന്നൊരു വേരിയബിൾ 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ആൻഡ് നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമുക്ക് നമ്മളുടെ എസ് എന്ന് പറഞ്ഞ ഈ സ്ട്രിങ്ങിൽ നിന്ന് എടുക്കാം. അതിന് ഞാൻ പൈത്തണിലത്തെ സിപ്പ് ഫങ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. സിപ്പിനകത്ത് നമുക്ക് 0 ഇൻക്രീസിങ് ബൈ 2 ആൻഡ് 1 ഇൻക്രീസിങ് ബൈ 2 എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ 1011 ആണെങ്കിൽ നമ്മൾ 0th ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് നെക്സ്റ്റ് ഐറ്റം എടുക്കുമ്പോൾ 2 ഐറ്റം വെച്ച് ചാടണം എന്നാണ് പറയുന്നത്. ആൻഡ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഐറ്റം എടുക്കുമ്പോൾ 2 സ്റ്റെപ്പ് വെച്ച് ചാടണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആദ്യം ഈ 1 ആവും ആൻഡ് സെക്കൻഡ് ഇതാവും. ആൻഡ് ലൂപ്പിൻ്റെ നെക്സ്റ്റ് ഇറ്ററേഷൻ വരുമ്പോൾ നമ്മൾ രണ്ടെണ്ണവും 2 സെറ്റ് വെച്ച് ചാടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ 1 ആവും, ഈ 3ാമത്തെ പൊസിഷനിലിരിക്കുന്ന, ആൻഡ് സെക്കൻഡ് ഈ 4th പൊസിഷനിലിരിക്കുന്ന 1 ആവും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പെയറായി കമ്പയർ ചെയ്യാൻ പറ്റും ഈ സിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത്. അപ്പോൾ ഇത് ഈസിലി ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നോക്കേണ്ടത് ഇഫ് ഫസ്റ്റ് നോട്ട് ഈക്വൽ ടു സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ കൗണ്ട് ഇൻക്രീസ് ചെയ്യാം ആൻഡ് കഴിഞ്ഞു, റിട്ടേൺ കൗണ്ട്. നമുക്ക് റൺ ചെയ്യാം. എല്ലാം പാസ്സായി, സബ്മിറ്റ് ചെയ്യാം. 100% കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്യാം. ഓവൻ
ഇന്നത്തെ അത്യാവശ്യം സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. മീഡിയം ആണെങ്കിലും വളരെ ഈസി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.